ഗൈസ് റാഫി മീഡിയ യൂട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു എന്താ പറയുക അക്വേറിയം നിർമ്മിക്കലാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് സാധാരണ വീടുകളിൽ വേസ്റ്റായി പോകുന്ന ടാർ വീപ്പ, ഡബ്ബറിനൊക്കെ യൂസ് ചെയ്യുന്ന ടാറിൻ്റെ വീപ്പയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നൈസായിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലത്തെ ടാറും കാര്യങ്ങളൊക്കെ ഒന്ന് വെട്ടി നോക്കാം. അപ്പോൾ നൈസായിട്ട് നമുക്ക് 2-3 കല്ല് വെച്ചിട്ട് നമുക്കൊന്ന് കത്തിച്ചെടുക്കാം. ചൂടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വിറകും അതുപോലെ തന്നെ കുറച്ച് ചെറുകിരി കുറച്ച് മണ്ണെണ്ണയും പിന്നെ നമ്മൾ തീയിട്ട് നമ്മൾ ചൂടാക്കി എടുക്കുന്നു. കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം, കാരണം ഇതൊന്ന് ചൂടായി അതിൻ്റെ ടാറും കാര്യങ്ങളൊക്കെ ഉരുകി വരാൻ വേണ്ടിയിട്ട് കുറച്ച് വെയിറ്റ് ചെയ്യാം. ഏകദേശം ചൂടായി വരുന്നുണ്ട്. അപ്പോൾ നൈസായിട്ട് നമുക്കിത് ചെരിച്ച് നോക്കാം. ചെരിച്ച് വെച്ചിട്ട് നമ്മൾ ചൂടായി ഉരുകി വലിക്കുന്നത് കാണാം. അപ്പോൾ ആ വേസ്റ്റ് നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഒന്നുകൂടി ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊന്ന് നമുക്ക് തീയിട്ട് നോക്കാം. എന്താണെന്ന് അറിയില്ല. ഏതായാലും നമുക്ക് നൈസായിട്ട് ഇതിൻ്റെ ഉള്ളിലും ഒന്ന് തീ ഒന്നിട്ട് നോക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ കത്തി പിടിക്കുന്നുണ്ട്. കത്തി നല്ല രീതിയിൽ തന്നെ ഒലിച്ചു വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നന്നായിട്ട് തന്നെ കത്തി പിടിക്കുന്നുണ്ട്. അപ്പോൾ നൈസായിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാം. നല്ല കരിഞ്ഞ് കട്ടായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നൈസായിട്ട് നമുക്കതെല്ലാം തോണ്ടിയൊക്കെ വേസ്റ്റാക്കി കളയാം. അതിനുശേഷം നമുക്കൊന്നും കൂടി ഇതിൻ്റെ എന്താ പറയുക സൈഡ് കാര്യങ്ങളൊക്കെ ഒന്ന് നൈസായിട്ട് ഇതായി കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം പറന്ന് നമുക്കിതൊന്ന് കൈ വൃത്തിയാക്കാം. ഇത് നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നൈസായിട്ട് നമുക്കിതൊന്ന് നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്യും. നൈസായിട്ട് നമുക്കൊന്നുകൂടി ക്ലിയർ ചെയ്ത് വാഷ് ചെയ്യാം. സൈഡും കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് തന്നെ വരച്ച് അതിൻ്റെ കരി ചളിയൊക്കെ നമുക്ക് നൈസായിട്ട് നമുക്കിത് കൈ വൃത്തിയാക്കാം. ഇനി കുറച്ച് സോപ്പ് ഉപയോഗിച്ചിട്ട് നമുക്കതൊന്ന് നൈസായിട്ട് കൈ വൃത്തിയാക്കാം. നല്ല രീതിയിൽ തന്നെ അയക്കും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ നൈസായിട്ട് സോപ്പും കാര്യങ്ങളൊക്കെ വെച്ച് നൈസായിട്ട് വൃത്തിയാക്കണം. ഇതിപ്പോൾ കുറച്ച് തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതാണ് ഈ റെഡ് കളറിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നൈസായിട്ട് നമ്മൾ ഇതൊക്കെ ക്ലിയർ ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് കുറച്ച് വൃത്തിയാക്കാം. അപ്പോൾ നമുക്ക് ഇനി ഒന്നും കൂടി വാഷ് ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് വാഷ് ചെയ്ത് നമുക്ക് ക്ലിയർ ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് എന്താ പറയുക സിമെൻറ്റ് ഒന്ന് ഉള്ളിലും പുറത്തൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. കാരണം എന്തെങ്കിലും ഹോളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്നാകാൻ വേണ്ടിയിട്ട് നൈസായിട്ട് കുറച്ച് സിമെൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ നൈസായിട്ട് നമ്മൾ സിമെൻറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിൻ്റെ മേലെ 2 ദിവസം നമ്മൾ ഉണക്കാൻ വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് കാവിയാണ് എടുത്തിട്ടുള്ളത്, കാവിപ്പൊടി. അപ്പോൾ നൈസായിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ കൂടെ ഒന്ന് കളർ ചെയ്തെടുക്കാം. നമുക്ക് 2-3 കോട്ടും കൂടി നമുക്ക് ഇതിൻ്റെ അയൽക്കൂടെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് നമുക്ക് കളറും കാര്യങ്ങളൊക്കെ മാറി വരുന്നത് കാണാം. അപ്പോൾ നൈസായിട്ട് നമുക്കിതൊന്ന് എന്താ ഉള്ളും കാര്യങ്ങളൊക്കെ ഒന്ന് ഇതുപോലെ തന്നെ നമ്മൾ കളർ ചെയ്തെടുക്കാം. ഏകദേശം നല്ല കളറിൽ തന്നെ നമുക്ക് ഇത് കിട്ടുന്നുണ്ട്. അടിയും കാര്യങ്ങളൊക്കെ നൈസായിട്ട് റൗണ്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് ചുറ്റുഭാഗം ഒരു നൈസായിട്ട് ഒന്നുകൂടി നല്ല രീതിയിൽ തന്നെ കളർ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു കോട്ട് കൂടി നമുക്കത് നൈസായിട്ട് ഒന്ന് കളർ ചെയ്ത് നല്ല രീതിയിൽ തന്നെ കളർ മാറിയിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മളിത് 2 ദിവസം ഉണക്കാൻ വേണ്ടി നമ്മൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ നൈസായിട്ട് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് 2 ദിവസം ഉണക്കാൻ വേണ്ടി വെക്കാം.
അതിനുശേഷം നമ്മൾ ഒരു ദിവസം വെള്ളം പാർന്ന് വെക്കണം. ഈ ഗൈസ് അപ്പോൾ 2 ദിവസം കഴിഞ്ഞ ശേഷം നമ്മൾ ഇതിൽ മീനിടാൻ പോവുകയാണ്. അപ്പോൾ നൈസായിട്ട് നമുക്ക് കുറച്ച് ഗപ്പീസിൻ്റെ ഇതിൽ ആഡ് ചെയ്തെടുക്കാം. ഗോൾഡൻ ഗപ്പി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നൈസായിട്ട് നമുക്ക് ഗോൾഡൻ ഗപ്പിനെ ഇതിക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്കിതിൽ നമ്മൾ കാണാൻ കഴിയുന്നുണ്ട് ഗപ്പീസിനെയൊക്കെ. നമുക്കിതിൽ കുറച്ച് പായലും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് നമുക്ക് ഇടുന്നതായിരിക്കും. അപ്പോൾ നൈസായിട്ട് നമുക്കൊരു നല്ലൊരു വാലില്ല ഗോൾഡൻ ഗപ്പിനെ കൂടി നമുക്കിതിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം.